ഹായ്, ഇന്ന് നമ്മൾ ഒരു എലാസ്റ്റിക് ഹിപ്പിൽ കൊടുത്തിട്ട് എങ്ങനെ ഒരു പാൻറ്റ് തയ്ക്കാൻ നോക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ അളവ് ഡ്രസ്സ്, അളവ് പാൻറ്റ്. ഇതിങ്ങനെ വയ്ക്കുക. ഏറ്റവും കൂടുതൽ വീതിയുള്ള ഭാഗത്ത് വേണം നമ്മൾ അളവെടുക്കണമെങ്കിൽ കേട്ടോ. നമ്മുടെ സീറ്റിൻ്റെ അളവുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ വീതി പാൻറ്റിലായാലും നമ്മൾ ഇപ്പോൾ ടോപ്പ് തയ്ക്കുകയാണെങ്കിൽ ടോപ്പിൻ്റെ ഹിപ്പിൻ്റെ ആ ഭാഗം വരുമല്ലോ, അവിടെയൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സൈസ് കൂടുതൽ. അപ്പോൾ നമ്മൾ പാൻറ്റിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക. പാൻറ്റ് നമ്മൾ നാലാക്കിയിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ലെങ്ത്ത് ലേശം കുറവാണ്, അതിലെ മുകളിലും ലെങ്ത്ത് കുറച്ച് കുറവാണ്. അതിന് നമ്മൾ സൈഡിൽ വരുന്ന ബിറ്റുകളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്താണ് സീറ്റ്. ഈ സീറ്റിൻ്റെ ഈ ഭാഗം കണ്ടോ, കറക്റ്റായിട്ട് ഇതുവരെ എടുക്കുക. എന്നിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക സ്റ്റിച്ചിങ്ങിൻ്റെ അലവൻസിന് വേണ്ടി. ഹിപ്പിൽ നമ്മൾ എലാസ്റ്റിക് വെച്ചത് കൊണ്ട് അത് ചുരുങ്ങിയിരിക്കും. അപ്പോൾ സീറ്റിൻ്റെ അളവായിരിക്കും കറക്റ്റ് കേട്ടോ. അപ്പോൾ അതെവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് വെച്ചാൽ ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ നീളമുള്ള ഭാഗത്ത് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ സ്ട്രൈറ്റായിട്ട് ഒന്ന് മേൽഭാഗത്തേക്ക് വരച്ചു കൊടുക്കുക. നമ്മൾ സൈഡിൽ കാലിൻ്റെ ഇത് ഇത്രയും അളവെടുത്തതിന് 1 ഇഞ്ച് മതി കേട്ടോ. 1 ഇഞ്ച് നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ് ഇതിൽ വിട്ട് കൊടുത്താൽ മതി. 1 ഇഞ്ചോ 1.5 ഇഞ്ചോ അതിൽ കൂടുതൽ വേണ്ട. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അളവെടുത്തിട്ടും വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ പാൻറ്റ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള അളവാണ്. കുറച്ച് ഹൈറ്റുള്ള ആൾക്കാർക്കാണെങ്കിൽ അടിയിൽ മടക്കാനായിട്ട് ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ചിൻ്റെ ഒരു പീസ് കൊടുക്കണം. അതുപോലെ മുകൾ വശത്ത് ഹിപ്പിൻ്റെ അവിടെ എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് പീസിൽ ഒരു പീസ് കൊടുക്കണം കേട്ടോ. നമുക്കിത് വെട്ടിക്കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലേക്ക് നിറയെ തുണി വരും. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്കെടുക്കാം. അതുപോലെ നമ്മൾ ടോപ്പൊക്കെ തയ്ക്കുകയാണെങ്കിലും ആദ്യം പാൻറ്റ് പാൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി വരുന്ന തുണിയിലൊക്കെ ചെറിയ ബിറ്റുകളൊക്കെ ഉണ്ടാകുമല്ലോ, അത് വെച്ചിട്ട് ടോപ്പിലൊക്കെ നമ്മൾ ഫ്രണ്ടിലും കയ്യിലൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ ചെയ്തിട്ടുണ്ട്. മുകൾ വശം നമ്മൾ ക്ലോസ്ഡ് ആയിരിക്കും, അവിടെ മടക്കി വെച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ അവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് വിട്ടാക്കണം കേട്ടോ. ഇത് കണ്ടോ, അതുപോലെ 2 കാലിൻ്റെ പീസുകളാണിത്. ഇത് നമുക്ക് മടക്കി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ സൈഡിൽ വെട്ടി മാറ്റിയ ബാക്കി പീസുകളൊക്കെ ഉണ്ടല്ലോ, ഇതിൽ ബാക്കി നിറയെ തുണിയുണ്ട്, അതിന് ഒരു താഴെയും മേലെയായിട്ട് ഓരോ പീസ് വെച്ച് കൊടുക്കും. ഇതങ്ങനെ വരും നമ്മൾ 2 കാല് വെച്ച് തയ്ക്കുമ്പോൾ. അതിന് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അടിവശങ്ങൾ തമ്മിൽ ചേർത്ത് അടിക്കുക. അതേപോലെ മുകൾ വശത്തെ ബിറ്റുകൾ തമ്മിലും ക്ലോസ് ചെയ്ത് അടിക്കുക. കാലിൻ്റെ സൈഡ് അതിന് ശേഷം അടിച്ചാൽ മതി കേട്ടോ. ഹിപ്പിൽ പീസ് കൊടുക്കാനുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ആ ഹിപ്പ് സൈഡിൽ ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ എലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് മടക്കി കൊടുക്കാനുള്ള തുണി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. കാലിൻ്റെ അടിവശത്ത് വെക്കാനായിട്ട് 2 കാലിലും കൂടിയിട്ട് ഇതുപോലെ ഒരു പീസ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെറിയ ക്യാൻവാസിൻ്റെ ബിറ്റുണ്ടെങ്കിൽ ഒട്ടിച്ച് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റിഫായിട്ട് കിട്ടും. ഇതുപോലെ അടിച്ചിട്ടുണ്ട്. ഹിപ്പിലും മറ്റേ ഭാഗങ്ങളും അടിച്ചിട്ടുണ്ട്. കാലിൻ്റെ വശം നമുക്ക് ഇതിന് ശേഷം അടിക്കാവുന്നതാണ് കേട്ടോ. ഇത് അടിക്കുമ്പോൾ നമ്മൾ ഹിപ്പിൽ അടിക്കുമ്പോൾ ചെറിയൊരു ഹോൾ പോലെ വെച്ചിരിക്കണം. നമ്മുടെ ഈ എലാസ്റ്റിക് ഉള്ളിൽ കൂടെ കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1.25 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഈ ബിറ്റ് എടുക്കുമ്പോൾ ഒരു 1.5 ഇഞ്ച് 1.25 ഇഞ്ചോളം വീതിയുള്ള തുണി വേണം എടുക്കണമെങ്കിൽ കേട്ടോ. 2 ഇഞ്ച് എടുത്തിട്ട് മടക്കിയാലും മതി, അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ട് തിരിച്ചാലും മതി.
ഉണ്ടോ ഇതുപോലെ ഉള്ളിലൂടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലൂടെ കൊടുക്കാൻ. കാലിൻ്റെ അടിവശം അടിച്ചിട്ടുണ്ട്, ചെറിയൊരു ക്യാൻവാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടത് നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുക. രണ്ട് സ്റ്റിച്ച് അടിച്ചു കൊടുക്കണം. പാൻ്റ് ആവുമ്പോൾ നമ്മൾ സെൻറ്ററൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുമ്പോഴൊക്കെ അത് പിരിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 സ്റ്റിച്ച് അടിക്കണം. നമ്മളിപ്പോൾ 1 ഇഞ്ചോളം നമ്മൾ വീതി വ്യത്യാസത്തിലാണ്, 1 ഇഞ്ച് വീതി കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ്. അപ്പോൾ അത് നോക്കി അടിക്കുക കേട്ടോ. ഇതുപോലെ വരും. അടിച്ചു കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. അതുപോലെ എലാസ്റ്റിക് അടിക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു അടി കൊടുക്കണം, 1 2 അടി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ എലാസ്റ്റിക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനുള്ള സാധ്യതയുണ്ട്, ആ ബിറ്റ് ചിലപ്പോൾ ലൂസായാൽ. അതുപോലെ കാലിൻ്റെ അടിയിലും 2 സ്റ്റിച്ച് അടിച്ചു കൊടുക്കുക. ഇതാണ് പാൻറ് കേട്ടോ. വളരെ നീറ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റും, എളുപ്പത്തിലും ചെയ്യാൻ പറ്റും. ഇതിലേക്കുള്ള ടോപ്പാണ് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. പക്ഷേ ഇതാ കണ്ടോ, അതുപോലെ നമുക്ക് ആ ബിറ്റ് വെച്ചിട്ട് ഫ്രണ്ടിൽ സ്ലീവിൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഡിസൈൻസൊക്കെ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാൻ പറ്റും. സെൻറ്ററിൽ ഒരു പോട്ട്ലി ബട്ടൺ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന പാൻറ്റുകളൊക്കെ മോസ്റ്റ്ലി എല്ലാം എലാസ്റ്റിക്കിലാണ് അടിച്ചു കൊടുക്കുന്നത്. ഇത് കസ്റ്റമറിൻ്റെ ഒരു ചുരിദാർ ടോപ്പാണ് കേട്ടോ, ടോപ്പും പാൻറ്റും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.